തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രവീന്ദ്രൻ നായർക്ക് ഇന്നും ആ ദിവസം നടുക്കുന്ന ഓർമ്മയാണ്. 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ വിധിയിൽ സന്തോഷമുണ്ട്. സംഭവത്തിനു പിന്നാലെ ആശുപത്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതിന്റെ സന്തോഷത്തിലാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ. 2024 ജൂലൈ 13 തിരുമല സ്വദേശിയായ രവീന്ദ്രൻ നായർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങുന്നത്. 42 മണിക്കൂറോളം ലിഫ്റ്റിൽ ചെലവിട്ട ശേഷമാണ് ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയത്. രവീന്ദ്രൻ നായർ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ആ പഴയകാലം ഓർക്കാറുണ്ടോ? 2024 ജൂലൈ മാസം 13 ഉച്ചയ്ക്ക് 12 മണി 12-12:05 ഉദ്ദേശം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ ശബരി സാറിനെ കാണാനാണ് പോയത്. ഞാൻ ആക്സിഡൻറ്റ് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ബ്ലഡും യൂറിൻ ടെസ്റ്റ് പറഞ്ഞു. ഞാൻ സർക്കാർ ഹോസ്പിറ്റലാണ് സ്ഥിരം പോകുന്നത്. പബ്ലിക് ഹെൽത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ടിനുണ്ട് ഒരാഴ്ചയായിരുന്നു മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കൊച്ചുള്ളൂരുള്ള വീട്ടിൽ പോയി അവിടെ വീടാണ് അവിടെ വീട്ടിൽ പോയി ആ റിസൾട്ട് എടുത്തുകൊണ്ട് തിരികെ വന്ന് ഈ ലിഫ്റ്റിൽ കയറി ഒന്ന് മുകളിലോട്ട് പോങ്ങി പെട്ടെന്നാണ് പിന്നെ ഒന്നാണൂടാ. 42 മണിക്കൂറാണ് ലിഫ്റ്റിൽ കഴിഞ്ഞത്. ആ ഒരു സമയം അന്ന് സംസാരിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അത് ഭീകരാവസ്ഥ തന്നെ. ഇപ്പോഴതിനെക്കുറിച്ചുള്ള ആലോചിക്കുമ്പോൾ ഭയമാണ്. കാരണം അവിടെ അതിനകത്ത് കിടന്ന് ഈ പറയും പോലെ വിളിക്കാനുള്ള എല്ലാവരെയും വിളിച്ചു, ഒരു രക്ഷയില്ല. തിരിച്ചു വരാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നു ആ സമയത്ത്? അവസാനം അന്നത്തെ ആ മൊബൈലിൽ 13 1 മണിയായപ്പോൾ തന്നെ ഞാൻ മരണമൊഴി രേഖപ്പെടുത്തി. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് കഴിഞ്ഞിട്ട് ആ പഴയ മൊബൈലിൽ തന്നെ 16:48 പൂർണ്ണമായും ആ മൊബൈലിൻ്റെ ശരി അരണ്ട വിളിച്ചുകൊണ്ട് അതും പോയി. അപ്പോൾ ആ അരണ്ട വിളിച്ചു വെച്ചാണ് ഞാൻ 4 പേര് എഴുതിയത് വൈഫിനെ. കണ്ണുകൾ കാണുന്നില്ല, കാതുകൾ കേൾക്കുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല, കൺമണിയെ കാണാൻ കഴിയുന്നില്ല. 42 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് പിന്നെയാണ് അറിയുന്നത്. പുള്ളി ഒന്ന് വെളി ശബ്ദം കേട്ടു, ഞാൻ വെള്ളം ഉണ്ടാക്കി ആളുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി വെളിയിൽ നിന്ന് തുറന്നു. അത് തുറക്കാൻ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി തുറന്നു. പുറത്ത് ചാടാൻ പറഞ്ഞു. ചാടി അങ്ങനെ രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ വിധിച്ചിരിക്കുകയാണ്. അത് സ്വമേധയാ എടുത്ത കേസിലാണ്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഞാനല്ല, മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തു. അതിനൊരു വിധി വന്നു. തുകയുടെ വലിപ്പത്തിലല്ല. ഞാൻ അന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും. ഈ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞാൽ ഈ ലിഫ്റ്റുകൾക്ക് കോർഡിനേഷൻ, ഒരു കൺട്രോൾ റൂം വേണം. ലിഫ്റ്റിലെ ജീവനക്കാരൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർ യൂണിഫോം വേണം. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങറ്റം പാരിപ്പള്ളി എന്നാലും ഇങ്ങറ്റം പാറശ എന്നാലും ഒരു രോഗി മെഡിക്കൽ കോളേജ് റെഫർ ചെയ്താൽ അതിവിടെ കൺഫേം മെസ്സേജ് വരണം. മെസ്സേജ് വന്നാൽ രോഗിയെ പരിചരിക്കാൻ അല്ലെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സജ്ജീകരണത്തോടുകൂടി ഇവിടെ ഉണ്ടാവണം. അതുമാത്രമല്ല, എനിക്ക് പറ്റിയ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിക്കോ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനോ ഒരു ഡയബറ്റിക് പേഷ്യൻ സംഭവിച്ചെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു. അതാണ് ഈ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ രവീന്ദ്രൻ നായർ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം അന്നത്തെ ആ ഒരു സംഭവത്തിന് പിന്നാലെ ഈ ലിഫ്റ്റുമായി ബന്ധപ്പെട്ടുൾപ്പെടെ മെഡിക്കൽ കോളേജിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇപ്പോൾ രവീന്ദ്രൻ നായർ ഉള്ളത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.